أعوذ بالله من الشيطان الرجيم فأقيموا الصلاة إن الصلاة كانت على المؤمنين كتابا موقوتا. ഏറെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് നമസ്കാരം എന്നതിനെക്കുറിച്ച് പറഞ്ഞു. എപ്പോഴാണ് നമസ്കാരം നിർബന്ധമാക്കിയത് എന്നതൊക്കെ സൂചിപ്പിച്ചു. ഇനി നമ്മൾ നിസ്കാരത്തിലേക്ക് കിടക്കുകയാണ്. നിസ്കാരത്തിൻ്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നിസ്കാരത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നിസ്കാരത്തിലേക്ക് കടക്കും മുമ്പ് നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്ന്, നമുക്കറിയാം, സമയം എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്തിൽ പറയുന്നത് നിസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല അള്ളാഹ് പറഞ്ഞത്, നമസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമായി നിങ്ങൾക്ക് നിർബന്ധമാക്കിയ കർമ്മമാണെന്നാണ്. ഇതൊരു സമയമുണ്ട്, ഓരോന്നിനും അതിൻ്റെ സമയമുണ്ട്. നമുക്ക് തോന്നുമ്പോൾ നിസ്കരിക്കുക എന്നല്ല. കാരണം അള്ളാഹ് നിശ്ചയിച്ചൊരു സമയമുണ്ട്. സുബഹി എന്ന് പറഞ്ഞാൽ ഇന്ന സമയമാണ്, ലഹർ ഇന്ന സമയമാണ്, അസർ ഇന്ന സമയമാണ്, മഗ്രിബ് ഇന്ന സമയമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒഴിവില്ല, അതുകൊണ്ട് പിന്നെ നിസ്കരിക്കാം. അപ്പോൾ പിന്നെ നിസ്കരിക്കാൻ ഒഴിവ്, അങ്ങനെ ഇളവുള്ള ചില സമയങ്ങളുണ്ട്. അത് വേറെ കാര്യം. അതിനെക്കുറിച്ച് പിന്നെ പറയാം. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ എന്താണ്, ഓരോന്നിനും അതിൻ്റേതായ സമയത്ത് നിസ്കരിക്കുക എന്നാണ്. അതിൽ തന്നെ അതിൻ്റെ അവ്വല് വക്ത് എന്നുണ്ട്. അവ്വല് വക്ത് പറഞ്ഞാൽ ഇപ്പോൾ ലൊഹറിൻ്റെ സമയം അസർ വരെ ഉണ്ടാവും, പക്ഷെ എന്നാലും ലൊഹർ അതിൻ്റെ അവ്വല് വക്തിൽ ആദ്യ സമയത്ത് നിസ്കരിക്കുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയമായി എന്നറിയുന്ന കാര്യം എന്താ നിസ്കാരത്തിൻ്റെത്? ബാങ്ക് വിളിച്ചുകൊണ്ടാണ് അല്ലേ. ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് നിസ്കാരമൊക്കെ നിർബന്ധമായതിന് ശേഷമാണ് പിന്നെ ബാങ്ക് വരുന്നത് കേട്ടോ. ബാങ്കിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് നമസ്കാരമൊക്കെ ഇങ്ങനെ കൽപ്പിച്ചു, പക്ഷെ അതിന് സമയമായെന്ന് അറിയിക്കാൻ പ്രത്യേക ഒരു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഇടയ്ക്ക് ഇങ്ങനെ ചർച്ച നടക്കും. നമ്മളതിന് എന്തെങ്കിലും ഒരു മാർഗം വേണം. ചിലർ പറഞ്ഞു നമുക്കൊരു മണിയടിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കാം. ഇങ്ങനെ പല രീതിയിൽ പല അഭിപ്രായങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഒരു ദിവസം ഒരു സഹാബി വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഞാൻ സ്വപ്നത്തിൽ ചില വാചകങ്ങൾ കേട്ടു. അപ്പോൾ ആ വാചകങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അദ്ദേഹം ഈ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ബാങ്കിൻ്റെ വചനങ്ങളാണ് സ്വപ്നത്തിൽ കേട്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇത് ബാങ്കിൻ്റെ വചനങ്ങളായി എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ചില സഹാബിമാർക്കൊക്കെ സ്വപ്നത്തിൽ അത് അതേസമയം കേൾപ്പിച്ചു കൊടുക്കുകയും അള്ളാഹിൻ്റെ റസൂലിന് അള്ളാഹു മലക്ക് ജിബ്രീൽ വഴി അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അത് ഹിജ്റ ചെയ്തതിന് ശേഷം മദീനയിലെത്തിയ ആദ്യ സമയത്താണ് എന്നാണ് പ്രധാനമായി അതിനെക്കുറിച്ച് പറയുന്നത്. ആ സമയത്താണ് തുടങ്ങിയതെന്ന്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഒക്കെയാണ് ബാങ്ക് കൊടുത്തിരുന്നത്. റസൂൽ പ്രത്യേകം ഏൽപ്പിച്ചിട്ട് ബാങ്ക് കൊടുക്കും. അപ്പോൾ ബാങ്ക് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മിണ്ടാതിരിക്കും അല്ലേ. എന്തിനാ മിണ്ടാതിരിക്കണം? ബാങ്ക് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് ഒച്ച ഉണ്ടാക്കാതിരിക്കാനല്ല, മറിച്ച് ആ ബാങ്കിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറുപടി പറയണം. എന്താ മറുപടി പറയുക? ആ ബാങ്കിൽ എന്താണോ കേൾക്കുന്നത് അത് നമ്മൾ ആവർത്തിച്ച് പറയാം. ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാം. ബാക്കിയൊക്കെ നമ്മൾ അള്ളാഹു അക്ബർ കേൾക്കുമ്പോൾ അള്ളാഹു അക്ബർ പറയാം, അതേപോലെ ആവർത്തിക്കാം. അതുപോലെ സുബഹി നിസ്കാരത്തിൽ വേറെ 2 വാക്കുകൾ കൂടി അധികം ഉണ്ട് അല്ലേ, സാധാരണ മറ്റു ബാങ്കുകൾക്കില്ലാത്ത. അതെന്താ? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്ന വാക്കുകളുണ്ട് അല്ലേ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? അപ്പോൾ അതിൽ 2 അഭിപ്രായമുണ്ട്. അതിൽ ചിലർ പറയാണ് അത് തന്നെ ആവർത്തിച്ചാൽ മതി. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ അത് തന്നെ പറയാം, അല്ലെങ്കിൽ സ്വദക്ത വ ബരിർത്ത എന്ന് പറയാം എന്നും ചില അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും നമ്മൾ ബാങ്കിനോട് ചെയ്യേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്റ്റ് എന്താ? ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുക, എന്നിട്ട് ആ പറയുന്നത് പോലെ ആവർത്തിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാർത്ഥന ഉണ്ട് അല്ലേ. ആ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പ്രാർത്ഥനയാണ്. അതിൽ നമ്മൾ റസൂലിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം റസൂലാണ് നമുക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത് അല്ലേ. ഈ നന്മൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന റസൂലാണ്. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അത് നമ്മൾ റസൂലിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള മനസ്സോടുകൂടി ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കുക. അപ്പോൾ ബാങ്കാണ് നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? വുളു ഉണ്ടാക്കുക അല്ലേ. വുളു വേണം നിസ്കാരത്തിന്. അപ്പോൾ വുളു എന്താണ്? നമ്മൾ ശുദ്ധീകരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും, മദർസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അതിലേക്ക് ഞാൻ പോകുന്നില്ല. വുളു എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാണ്,
നമ്മൾ പലപ്പോഴും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒതുണ്ടാക്കുക, നമ്മളൊക്കെ എല്ലാത്തിനും ധൃതി ഉണ്ടാവും അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഒതുണ്ടാക്കുമ്പോൾ എന്താവും, നമ്മൾ മുഖമൊക്കെ കഴുകുമ്പോൾ ചിലപ്പോൾ മുഴുവനായിട്ട് കഴുകിയിട്ടുണ്ടാവില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. കൈയൊക്കെ കഴുകുമ്പോൾ ഈ മുട്ടൊന്നും ചിലപ്പോൾ നനയൂല, കാല് കഴുകുമ്പോൾ ചിലപ്പോൾ കയറ്റി കഴുകില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കാരണം ഒതു ശരിയാവുമ്പോഴേ നിസ്കാരം ശരിയാവുള്ളൂ. നമ്മൾ ആദ്യം ഒതുവാണ് ശരിയാവേണ്ടത്. അപ്പോൾ ഒതുവിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിങ്ങനെ, അത് മുട്ടുൾപ്പെടെ. അപ്പോൾ നമ്മളിങ്ങനെ കൈയൊക്കെ കഴുകുമ്പോൾ അങ്ങോട്ട് കയറ്റി കഴുകണം, അപ്പോൾ നനഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ കാല് കഴുകുമ്പോൾ ഞെരിയാണിക്ക് മുകളിലേക്ക് നനഞ്ഞിട്ടുണ്ട് എന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ അതിൽ ശ്രദ്ധിക്കണം. നമ്മളങ്ങനെ ശ്രദ്ധിക്കാതെ പോകുമ്പോഴുള്ള പ്രശ്നം, നമ്മളിങ്ങനെ ധൃതി കാണിച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്നും ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് ശ്രദ്ധിച്ച് കൈയൊക്കെ ഫുള്ള് നനയുന്നുണ്ട് എന്നൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെ ഒതുണ്ടാക്കുക. ഒതുണ്ടാക്കിയിട്ട് പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ പ്രാർത്ഥിക്കുക, പള്ളിയിൽ കയറുക. അപ്പോൾ ഇതാണ് നിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെന്താ, അങ്ങനെ ഒതുണ്ടാക്കി പിന്നെ നമ്മൾ നിസ്കരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് ഒരു ആത്മാവുണ്ട്. എന്താ ആത്മാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂഹ്. അതിന് നിസ്കാരത്തിന് രണ്ട് വശമുണ്ട്. ഒന്ന് അതിൻ്റെ ബാഹ്യമായ കാര്യങ്ങൾ, അതിൻ്റെ പുറമേയുള്ള കാര്യം, അതാണ് ഈ സമയമാവുക, അതുപോലെ ഒതുണ്ടാക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അതിൻ്റെ ഒരു ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൈകെട്ടാണ് അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നിയ്യത്തൊക്കെ വെച്ചിട്ട് ഏതാണ് നിസ്കരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നിയ്യത്തുണ്ടാവണം. ജമാഅത്തായി നിസ്കരിക്കുക, അതും പ്രധാനമാണ്. നമ്മൾ പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. പള്ളിയിൽ പോവുക, പള്ളിയിൽ പോയിട്ട് ജമാഅത്തായി നിസ്കരിക്കുക. പ്രത്യേകിച്ച് ആൺകുട്ടികൾ, പെൺകുട്ടികൾക്ക് പിന്നെ ഇളവുണ്ട്, അതിൽ അവർക്ക് വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ മതി എന്ന ഇളവുണ്ട്. ആൺകുട്ടികളാകുമ്പോൾ പള്ളിയിൽ പോയി നിസ്കരിക്കണം. അപ്പോൾ പള്ളിയിലെത്തുക, എന്നിട്ട് നിസ്കാരത്തിൽ ജമാഅത്തായി നിസ്കരിക്കുക. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ, കൈകെട്ടലാണ്. അല്ലാഹു അക്ബർ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, അള്ളാഹുവെ നീയാണ് വലിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. അത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്താണ്, നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് നമ്മളിപ്പോൾ എന്തൊക്കെയോ കാര്യത്തിൽ നിന്ന് ഓടി വന്നത്, നിസ്കരിക്കാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ചിലപ്പോൾ കളിക്കായിരിക്കും, ചിലപ്പോൾ പഠിക്കായിരിക്കും, ക്ലാസ്സിലായിരിക്കും, ചിലപ്പോൾ ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ പല കാര്യത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ ഓടി വന്നിട്ട് നിസ്കരിക്കുകയാണ്. അപ്പോൾ അള്ളാഹിനോട് നമ്മൾ പറയാം, അള്ളാഹ് നമ്മളെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അള്ളാഹിനോട് നമ്മൾ പറയാണ്, അള്ളാഹുവേ ഞാൻ ഇതുവരെ ചെയ്തിരുന്ന കാര്യമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഗെയിം കളിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പഠിക്കുകയായിരുന്നു, ഞാൻ വേറെ കൂട്ടുകാരൊപ്പം, അതൊക്കെ എനിക്ക് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ നിസ്കരിക്കാൻ വന്നതാണ്. ഇപ്പോൾ നീ മാത്രമേ വലുതുള്ളൂ, മറ്റേതൊന്നും വലുതല്ല. ഈ മനസ്സോട് കൂടിയാണ് നമ്മൾ തെക്കുബീർ കെട്ടേണ്ടത്. നമ്മളെ പ്രശ്നം എന്താ, നമ്മളിങ്ങനെ തെക്കുബീർ കെട്ടിയിട്ട് നമ്മളെന്തൊക്കെയോ ആലോചിക്കും അല്ലേ. നമ്മൾ അതുവരെ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുക. ഓനോട് വർത്താനം പറഞ്ഞത്, ക്ലാസ്സിലുണ്ടായ സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്ന ഗെയിം, കാണുന്ന ഷോർട്സ്, ഇങ്ങനെ കുറിച്ച് കുറേ ആലോചനക്കാരും നമ്മളെ മനസ്സിൽ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആലോചിക്കുക എന്താ, നിസ്കാരം കഴിഞ്ഞിട്ട് എവിടേക്കാണ് പോകാനുള്ളത്, എന്താ ചെയ്യാനുള്ളത്, ഇതൊക്കെ അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയത്ത് അങ്ങനത്തെ ആലോചനയൊക്കെ ഒഴിവാക്കുക. കാരണം എന്താ, അള്ളാഹു നമ്മളെ കേൾക്കാൻ വേണ്ടിയിട്ട്, നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നമ്മളോട് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അള്ളാഹിനെയല്ല ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മളിപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടല്ലേ, നമ്മൾ നിസ്കാരത്തിൻ്റെ ഇടയിൽ അത് പ്ലാൻ ചെയ്യാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ആ പ്ലാനിങ് ഒക്കെ നടക്കണമെങ്കിൽ ആര് വിചാരിക്കണം, പടച്ചോൻ വിചാരിക്കണ്ടേ. പടച്ചോൻ വിചാരിച്ചാലല്ല ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞ് നമുക്ക് ആ ചെയ്യാനുള്ള കാര്യമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആ പടച്ചോൻ എവിടെ നിൽക്കുന്നത്, ആ പടച്ചോൻ നമ്മളെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ പടച്ചോനോട് ശ്രദ്ധിക്കാതെ, പടച്ചോനോട് സംസാരിക്കാതെ, പടച്ചോൻ പറയുന്നത് കാണാതെ നമ്മളെങ്ങനെയാ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യം ചെയ്യാം. അപ്പോൾ ആ മനസ്സോട് കൂടി നിൽക്കുക. ഈ അള്ളാഹുവിനെ അനുഗ്രഹിച്ചാലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ വജ്ജഹത്ത് വജ്ഹിയെ ഓതുല്ലേ, അത് ചൊല്ലും. എന്താ അതിൻ്റെ അർത്ഥം, മറ്റെല്ലാത്തിൽ നിന്നും അള്ളാഹുവെ നിന്നിലേക്ക് ഞാൻ ഇതാ മുഖം തിരിച്ചിരിക്കുന്നു. നമ്മൾ നേരെ അള്ളാഹുവിലേക്ക് മാത്രം നോക്കുക. എല്ലാം നിനക്കുള്ളതാണ് എന്ന് നമ്മൾ പറയാണ്. എൻ്റെ ജീവിതമൊക്കെ നിനക്കുള്ളതാണ്. പിന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതാണ് അല്ലേ. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ എന്താ, ഫാത്തിഹ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹ് കേട്ട് മറുപടി പറയുന്നുണ്ട് എന്നാണ്. നമ്മളിങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയും. അപ്പോൾ അള്ളാഹു മലക്കുകളോട് പറയത്രേ, ഹമിദനി അബ്ദി, ഇതാ ഇന്ന സ്ഥലത്ത് ഭൂമിയിൽ, ഇന്ത്യ രാജ്യത്തുള്ള, കേരളത്തിലുള്ള, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലുള്ള, ഇവിടെയുള്ള ഈ സ്ഥലത്തുള്ള, നരിക്കുനിയുള്ള ഇന്ന വീട്ടിലെ ഇന്ന ആൾ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മളെക്കുറിച്ച് അള്ളാഹു മലക്കുകളോട് സംസാരിക്കുന്ന ഒരു സമയമാണ്. അസ്ന അലയ്യ അബ്ദി, ഇതാ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയത്രേ, ഇതൊരു കരാറാണ്, നമ്മൾ അള്ളാഹിനായിട്ടൊരു കരാർ ചെയ്യാണ്. കാരണം എന്താ, ഞാൻ അള്ളാഹിനെ മാത്രമേ അനുസരിക്കുള്ളൂ, അള്ളാഹിനെ മാത്രമേ ഇബാദത്ത് ചെയ്യുള്ളൂ. ഇതൊരു കരാറാണ്. അപ്പോൾ അള്ളാഹ് പറയും, ഇനി അവൻ ചോദിക്കുന്നത് ഞാൻ കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്നെ ഈ നേരായ വഴിയിൽ നയിക്കണം. കാരണം എൻ്റെ മുന്നിൽ കുറേ വഴികളുണ്ടാവും, തെറ്റായ കുറേ വഴിയുണ്ട്, എൻ്റെ കൂട്ടുകാർ വിളിക്കുന്ന വഴിയുണ്ട്, അതുപോലെ തന്നെ ഇവിടെ
പല കാര്യങ്ങളിലും കാണുന്ന, സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ ചതിക്കുഴികളുണ്ട്. അതിലേക്കൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ അല്ലാ, നീ എന്നെ കൈവിടരുത്. നിന്റെ മാർഗത്തിൽ, നീ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മാത്രം എന്നെ നയിക്കണം. കാരണം ആ വഴി കൂടെ പോയാൽ എൻ്റെ ജീവിതം വിജയിക്കുള്ളൂ, അതിലെനിക്ക് സ്വർഗം കിട്ടുള്ളൂ എന്ന് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. സുജൂദും റുക്കുവും ഒക്കെ ചെയ്യാണ് അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുക. സുജൂദ് കാരണം എന്താ? നമ്മൾ എല്ലാം അള്ളാഹിൻ്റെ മുമ്പിൽ വെക്കുകയാണ്. സുബ്ഹാന റബ്ബിയൽ ആല എന്ന് പറയാനല്ലേ, സുബ്ഹാന റബ്ബിയൽ ആല, സുബ്ഹാന റബ്ബിയൽ അലീം. അതിനൊക്കെ അർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹിനോട് നമ്മൾ പറയണം, അള്ളാഹുവേ നീ പരിശുദ്ധനാണ്. പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താ? നിനക്കൊരു കുറവുമില്ല, നിനക്ക് എല്ലാം തികഞ്ഞവനാണ്, ഒരു ന്യൂനതയില്ല, ഒരു കുറവുമില്ല, ഒരു ഫാൾട്ടും ഇല്ല. അത്രയല്ല, എല്ലാത്തിനും കഴിവുള്ള ആളാണ് നീ. അതിന് വേറൊരു അർത്ഥമുണ്ട്. അതെന്താ? നിനക്കൊരു കുറവുമില്ല, പക്ഷെ എനിക്കൊരുപാട് കുറവുണ്ട്. നീ എല്ലാം തികഞ്ഞവനാണ്, പക്ഷെ എനിക്കൊരുപാട് ന്യൂനതകളുണ്ട്. ഞാനൊരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, പല പ്രശ്നങ്ങളും എനിക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സുജൂദിൻ്റെ ഇടയിൽ ഇരുന്നിട്ടൊരു ദിക്റുണ്ട് അല്ലേ, അതിൽ വജുബുർണി എന്ന് പറയും. എന്താ വജുബുർണി എന്ന് പറഞ്ഞാൽ? എൻ്റെ കുറവുകൾ പരിഹരിച്ചു തരണം. അള്ളാൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് നമ്മൾ അള്ളാഹിനോട് പറഞ്ഞു, എനിക്ക് കുറേ കുറവുണ്ട് പടച്ചോനെ, അത് നീ എനിക്ക് പരിഹരിച്ചു തരണം. അവസാനം അത്തഹിയാത്തിരിക്കുക അല്ലേ. അത്തഹിയാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ ചെന്നിട്ട് അള്ളാഹിനോട് ചോദിക്കാനുള്ളതൊക്കെ നമ്മൾ ചോദിക്കുക, അള്ളാഹ്ക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു. അത്തഹിയാത്ത് പറഞ്ഞാൽ കൊടുക്കുക. കാരണം അള്ളാഹിനെ കാണാൻ ചെന്നാൽ, നമ്മൾ ആരെങ്കിലുമൊക്കെ കാണാൻ ചെല്ലുമ്പോൾ എന്താക്കും? നമ്മൾ ഫ്രൂട്ട്സോ ബേക്കറിയോ മിഠായിയോ ഒക്കെ കൊണ്ടുപോകില്ലേ? അതേപോലെ അള്ളാഹിനെ കാണാൻ നമ്മൾ വന്നത് നിസ്കരിക്കാനും. അപ്പോൾ അള്ളാഹ്ക്കുള്ള ഒരു പൊതിയുമായിട്ടാണ് നമ്മൾ വന്നത്, ഒരു സമ്മാനപ്പൊതി. അതാണ് അത്തഹിയാത്ത്. അള്ളാഹ്ക്കുള്ളതൊക്കെ കൊടുത്തു. എന്നിട്ട് അള്ളാഹ് നമ്മളോട് പറയുകയാണെന്ത്? ഇനി നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ ചോദിച്ചോളി. അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുന്നത്? അള്ളാഹു മഫ്ർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും പുറത്തു തരാൻ പറയാണ്. മാത്രമല്ല അവസാനം നമ്മൾ സ്വർഗം ചോദിക്കുകയാണ്. ഏറ്റവും വലിയ സമ്മാനമാണ് സ്വർഗം. അതും ചോദിച്ചിട്ട് നമ്മൾ അള്ളാഹിനോട് പറയാണ് അസ്സലാമു അലൈക്കും. അതിൻ്റെ അർത്ഥം എന്താ? ഇനി അടുത്ത സമയത്ത് കാണാം, അടുത്ത വക്തിൽ കാണാം എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനോട് കണ്ടുമുട്ടി അള്ളാഹിനോട് സംസാരിച്ച് സന്തോഷത്തോടെ സലാം പറഞ്ഞ് നമ്മൾ പിരിയാണ്. ഇതാണ് നിസ്കാരത്തിൻ്റെ റൂഹ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് നിസ്കാരത്തിൽ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. അങ്ങനെ നിസ്കരിക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക, വിജയിക്കും. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. ആ രൂപത്തിൽ നിസ്കരിക്കാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.